ശബരിമലയിൽ പ്രവേശിക്കണമെന്ന ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രന്റെ ആവശ്യം റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജാമ്യ വ്യവസ്ഥകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് സുരേന്ദ്രന്റെ ജാമ്യ ഹർജി റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. നേരത്തെ ശബരിമല ദർശനം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സുരേന്ദ്രൻ റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കോടതിയും സുരേന്ദ്രന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. കർശന ജാമ്യ വ്യവസ്ഥകളാണ് നിലനിൽക്കുന്നത്. അത് ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഹർജി തള്ളുന്നത് എന്നാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകി ശബരിമല ദർശനത്തിന് അനുവാദം നൽകണമെന്ന കെ. സുരേന്ദ്രന്റെ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയാണ് നേരത്തെ ഹൈക്കോടതി സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചത്. പരോളിലുള്ള പ്രതികൾ വരെ ശബരിമലയിൽ ദർശനത്തിന് പോകുന്നുണ്ടെന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചെങ്കിലും ഹൈക്കോടതി അത്തരമൊരു വാദം അംഗീകരിച്ചില്ല. ശബരിമലയിൽ സ്ഥിതി ശാന്തമാണെന്നും അത് തകർക്കാനാണോ ശ്രമമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സുരേന്ദ്രനോടുള്ള വിമർശനം അത്തരത്തിലായിരുന്നു ഹൈക്കോടതി നടത്തിയത്. അത് വാക്കാലായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയിൽ സുരേന്ദ്രന്റെ ആവശ്യം. ഹർജിയിൽ കോടതി സർക്കാരിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. സുരേന്ദ്രൻ ശബരിമലയിൽ എത്തുന്നതിനെ സർക്കാർ അഭിഭാഷകൻ രൂക്ഷമായി എതിർത്തിരുന്നു. സമാധാന അന്തരീക്ഷം തകർക്കാൻ സുരേന്ദ്രൻ ബോധപൂർവം ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ശബരിമലയിലേക്ക് കടത്തിവിടാൻ പാടില്ല എന്നായിരുന്നു അന്ന് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചത്. ഗവൺമെൻറ് പ്ലീഡറിൻ്റെ ആ വാദം ഹൈക്കോടതി മുഖവിലയ്ക്ക് എടുക്കുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി സുരേന്ദ്രൻ്റെ ഹർജി തള്ളിയത്. ആവശ്യമെങ്കിൽ ഇത്തരമൊരു ഇളവിനായി അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവിനായി പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സുരേന്ദ്രൻ റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. എന്നാൽ സുരേന്ദ്രൻ്റെ ഒരു വാദവും റാന്നി മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചില്ല. ഹർജി അപ്പാടെ തള്ളുകയായിരുന്നു. കാരണം കർശന ജാമ്യ വ്യവസ്ഥകളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കർശന ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുരേന്ദ്രനെ ശബരിമലയിലേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നാണ് ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതി നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ്റെ ഹർജി കോടതി കൈയോടെ തള്ളുകയായിരുന്നു. ഏതായാലും ഈ മകരവിളക്ക് കാലത്ത് ഇനി സുരേന്ദ്രന് ശബരിമലയിലേക്ക് പോകാൻ കഴിയില്ലെന്ന് ഏതാണ്ട് ഇതോടുകൂടി ഉറപ്പായിരുന്നു. കാരണം ഹൈക്കോടതി ഹർജി തള്ളിയപ്പോൾ അല്ലെങ്കിൽ റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സുരേന്ദ്രന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ മകരവിളക്ക് കാലം അവസാനിക്കുന്നതിന് മുൻപായി ശബരിമലയിൽ എത്താമെന്ന പ്രതീക്ഷ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. എന്നാൽ സുരേന്ദ്രൻ്റെ പ്രതീക്ഷയെ ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ റാന്നി മജിസ്ട്രേറ്റ് കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്.